ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഖത്തറുമായി ചർച്ച നടത്തുമെന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ. ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന നടപടി ഖത്തർ അവസാനിപ്പിക്കണമെന്നും GCC രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ബഹ്റിൻ തലസ്ഥാനമായ മനാമയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ ഗൾഫ് പ്രതിസന്ധിയിൽ നിലപാട് ആവർത്തിച്ചത്. ഖത്തറിന് മുന്നിൽ വച്ച 13 ഉപാധികൾ അംഗീകരിക്കാൻ രാജ്യം തയ്യാറാകണം. അല്ലാത്ത പക്ഷം പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും സൗദി അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കി. തീവ്രവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് അവസാനിപ്പിക്കാൻ ഖത്തർ തയ്യാറായിട്ടില്ലെന്നും ഗൾഫ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി. ഖത്തർ പൗരന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിലൂടെ ഹജ്ജ് തീർത്ഥാടനത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ഖത്തറിന്റെ ആരോപണത്തെയും സൗദി തള്ളി. രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാൻ തയ്യാറായാൽ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ GCC രാജ്യങ്ങളുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഖത്തർ അമീർ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഖത്തറിനെതിരെ GCC രാജ്യങ്ങൾ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമോ അതോ ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നത് സംബന്ധിച്ച് വിശദീകരണമുണ്ടാകുമെന്നാണ് മനാമ യോഗത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഖത്തറിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്ന വിഷയം യോഗത്തിൽ ചർച്ചയായില്ല. നേരത്തെ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈത്ത് അമീറും തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗാനും സജീവ ഇടപെടൽ നടത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അതിർത്തി ലംഘിച്ചു കടക്കുന്ന ഏത് എതിരാളിയെയും നേരിടാനുള്ള കരുത്ത് സേനയ്ക്കുണ്ടെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളെയോ ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തെയോ പരാമർശിക്കാതെയായിരുന്നു ജിൻപിങ്ങിന്റെ പ്രതികരണം. ശക്തമായ സൈന്യത്തെ കെട്ടിപ്പടുക്കാനുള്ള നടപടികൾ തുടരുമെന്നും ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കി. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 90ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു പ്രതികരണം. ഉത്തര കൊറിയയുടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം സംബന്ധിച്ച വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭായോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക. ഇത് ഉത്തര കൊറിയയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും അമേരിക്ക വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗം ചേരുകയാണെങ്കിൽ ഉത്തര കൊറിയയ്ക്ക് ലഭിക്കുക തെറ്റായ സന്ദേശമായിരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ US അംബാസിഡർ നിക്കി ഹാലെ അറിയിച്ചു. ഇത് ഉത്തര കൊറിയയുടെ നടപടിക്കെതിരെ ആഗോള സമൂഹത്തിന് വെല്ലുവിളി ഉയർത്താനാകില്ല എന്ന സന്ദേശമായിരിക്കും നൽകുകയെന്നും ഹാലെ അറിയിച്ചു. അതിനിടെ ഉത്തര കൊറിയയ്ക്കെതിരെയുള്ള ശക്തി പ്രകടനത്തിന്റെ ഭാഗമായി അമേരിക്ക കൊറിയൻ മേഖലയിൽ 2 സൂപ്പർസോണിക് B-1B ബോംബർ വിമാനങ്ങൾ പറത്തി. ഗുവാമിലെ US താവളത്തിൽ നിന്ന് B-1B യുദ്ധവിമാനങ്ങൾക്ക് ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചു. വെള്ളിയാഴ്ച രാത്രി ഉത്തര കൊറിയ നടത്തിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് പ്രസിഡന്റ് കിം ജോങ് ഉൻ നേരിട്ട് നേതൃത്വം വഹിച്ചെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി അറിയിച്ചു. അമേരിക്കയിലെ ഡെൻവർ, ഷിക്കാഗോ നഗരങ്ങളിൽ വരെ ചെന്നെത്താൻ ശേഷിയുള്ള മിസൈലാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഉത്തര കൊറിയയ്ക്കും ഇറാനും റഷ്യയ്ക്കുമെതിരെ US സെനറ്റ് പുതിയ ഉപരോധം അംഗീകരിച്ചതിന് പിന്നാലെയായിരുന്നു മിസൈൽ പരീക്ഷണം. ഉത്തര കൊറിയൻ മിസൈൽ പദ്ധതിക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കൂട്ടാക്കാത്ത ചൈനയുടെ നടപടിയിൽ താൻ നിരാശനാണെന്ന് പ്രസിഡന്റ് ട്രംപ് ട്വീറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.